ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് കാവിൻപുറം എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ പുളിയറക്കുളം ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ അടുത്തായിട്ട് വരുന്ന കാവിൻപുറം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം അവിടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന പോലെ ഫുൾ പാനൽ ഫുള്ള് തടിയാണ്. നമുക്ക് ഈ വീടിൻ്റെ അകത്ത് ഫുൾ വർക്കും തന്നെ തടിയിലാണ്. നമുക്ക് കിച്ചൺ ഉൾപ്പെടെ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ മിക്ക ഭാഗവും തന്നെ തടിയിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വീടിൻ്റെ വിശേഷമാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ പുളിയറക്കുളം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 1 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിലോട്ട് വരാൻ വേണ്ടി ഡിസ്റ്റൻസ് വരുന്നത്. ഫ്രണ്ടേജിൽ തന്നെ കണ്ടോ നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടെ 2 കാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കണക്കിനുള്ള റോഡ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ വീട് വരുന്നത് 3,900 സെൻറ്റിൽ 1,750 സ്ക്വയർ ഫീറ്റാണ് പണിയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ അപ്പോൾ 1 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കി 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് പണിയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ച് കാണാം. നമുക്ക് ഫ്രണ്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാറ്റേണാണ് നമുക്ക് ഈ ഒരു ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷം നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ട് കാണാം. വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു ഇൻ്റർലോക്കാണ്. ഈ ഒരു പാറ്റേണിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർലോക്കാണ് നമുക്കിവിടെ തറയിൽ ഫുള്ളും തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു കാറും നമുക്ക് 2 വീലറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിൽ കാറൊക്കെ പാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് 2 വീലറൊക്കെ വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കണ്ട് ഗാർഡൻ പോർഷനൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. പ്ലാന്റൊക്കെ വെച്ചിട്ട് ഇവിടെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ ഇവിടെയൊക്കെ തന്നെ ധാരാളം പ്ലാന്റ്സ് അല്ലാതെയും കണ്ടോ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ വീടിന് പൈപ്പ് കണക്ഷനും കിണറും അവൈലബിൾ ആണ്. നമുക്ക് പൈപ്പിൻ്റെ 2 ടാപ്പ് ഈ ഒരു പോർഷനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇവിടെയും ചെറിയ ചെറിയ പ്ലാന്റ്സ് ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ വരുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കിവിടെ പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് 10x4 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന സിറ്റ് ഔട്ട് വരുന്നത്. ഇതിൻ്റെ പുറകുവശത്തായിട്ട് വരുന്ന ഈ പാനൽ ഫുള്ളും തന്നെ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് നമുക്കിവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ പോർഷനിൽ അതും വരുന്നത് തടിയാണ്. അവിടുത്തെ ഹാൻഡ് റീൽസ് വരുന്നത് തടിയാണ്. നമുക്ക് മുകളിൽ കയറുമ്പോൾ അത് കാണാം. അപ്പോൾ ഈ പാനൽ ഫുള്ള് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പിന്നെ ഇവിടെയാണ് ഫ്രണ്ട് ഡോർ വരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ഡോർ ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വ്യത്യസ്തമായിട്ടൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഹാൻഡ് റീൽസ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫ്രണ്ട് ഡോർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഇതിൻ്റെ ഫർണിഷ്ഡ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയയിലാണ് നമ്മൾ ആദ്യം എത്തുന്നത്. അപ്പോൾ 20x12 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് തന്നെ വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതുണ്ടോ. ഫുള്ള് വുഡൻ വർക്കാണ് നമുക്ക് ഈ കാണുന്ന TV യൂണിറ്റ് മൊത്തത്തിൽ വരുന്നത്. ഇവിടെ ഫുള്ള് നമുക്ക് ലൈവ് പ്ലാന്റും ഉണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഫ്ലവറൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്കുണ്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫർണിഷ്ഡ് ആയിട്ട് നമുക്കിവിടെ വരുന്ന സോഫ. നമുക്കൊരു L ഷേപ്പ് ഒരു സോഫയാണ് നമുക്കിവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു ടേബിൾ നമുക്കിവിടെ ഫ്രണ്ടിൽ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ ബ്ലൈൻഡ്സ് നമുക്ക് 2 ഭാഗത്തായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ഏരിയ നമുക്ക് 20x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്കിവിടെ കുറച്ച് ഡ്രോയിങ് ഒക്കെ കൊടുത്ത് കണ്ട ഒരു അരുവിയുടെ ഒരു ഡ്രോയിങ് പോലെ കൊടുത്ത് ആ ഒരു കളർ തീമൊക്കെ കൊടുത്ത് ചെയ്തപ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ലുക്കായിട്ട് നമുക്കിവിടെ ഒന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ മുകളിലോട്ട് കയറുന്നുണ്ട്. അതൊരു ആർട്ട് വർക്ക് പോലെ നമുക്ക് ചെയ്തിട്ടുള്ളതാണ്. അതൊരു വ്യത്യസ്ത ഒരു രീതിക്ക് അത് ഡിസൈനായി ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ് നമുക്ക് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ കണ്ട ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ധാരാളം ഫാൻസി ലൈറ്റ് ഇവിടെ പല ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ഫുള്ളും തന്നെ വുഡിൽ കണ്ടോ തീർത്തിട്ടുള്ളതാണ്. നമുക്കിവിടെ TV യൂണിറ്റ് വരും. പിന്നെ ഈ ഒരു പോർഷൻ ഫുള്ള് കണ്ട വുഡിൽ ഒരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചൈനീസ് ഡോള് ഒരു ചെടി വെച്ചിട്ടുണ്ടോ. ചൈനീസ് ഡോളിൻ്റെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്കിവിടെ ഒരു ഫർണിച്ചർ ഇട്ടിട്ടുണ്ടോ. പിന്നെ ഇവിടെ ഒരു ലൈൻസ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്.
അപ്പോൾ ഡൈനിങ് ഏരിയയിലും ഒരു ഡൈനിങ് സെറ്റ് നമുക്കിവിടെ ഇട്ടിട്ടുണ്ടോ. ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വുഡും ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു നമുക്കൊരു സ്പേസ് നമുക്കൊരു ഡൈനിങ് സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ഡൈനിങ് ഏരിയ 16x10 ഡയമെൻഷനുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു പോർഷന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് മുകളിൽ സീലിംഗ് അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കിച്ചണിലോട്ട് പോകുന്നതും ഒരു പാർട്ടീഷൻ വുഡിൽ തന്നെ തീർത്തിട്ടുള്ള ഒരു പാർട്ടീഷൻ ആ ഒരു പോർഷന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ വാഷിംഗ് യൂണിറ്റ് വരുന്നത്. അവിടെ ആണ് മുകളിലായിട്ട് ഒരു ഫാൻസി ക്ലോക്ക് കൊടുത്തിട്ടുണ്ടോ, ടോപ്പിൽ ഒരു ഫാൻസി ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ താഴെയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇതെല്ലാം വുഡാണ് വരുന്നുണ്ടോ. ഈ മിററിൻ്റെ പുറകിൽ വരുന്ന പാനലൊക്കെ വുഡാണ് വരുന്നത്. പിന്നെ സൈഡിൽ ഇവിടെ ഗ്ലാഡിങ് സ്റ്റോൺ ആണ് നമുക്ക് ബാക്കി രണ്ട് പോർഷനിലും ഗ്ലാഡിങ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് സിങ്ക് വരുന്നത്. ജാഗ്വറിൻ്റെ ഒരു സിങ്കാണ് നമുക്കിവിടെ വാഷിങ്ങിന് കൊടുത്തിട്ടുള്ളത്. താഴെയും ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കിവിടെ വുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ കണ്ടോ തറയിൽ ഫുള്ള് നമുക്ക് ഈ ഒരു ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളതാണല്ലോ. ഈ ഒരു ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ കാഴ്ചയാണ് കാണാൻ. നമുക്ക് ഈ ഒരു പോർഷനിലാണ് കിച്ചൺ വരുന്നത്. ഫുള്ള് വുഡിൽ തന്നെ തീർത്തിട്ടുള്ളതാണ്. മുകളിലുണ്ട് കിച്ചൻ്റെ ഫുള്ള് കണ്ടോ വുഡിലാണ് തീർത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. താഴെ അതിൻ്റെ അടുപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മൾട്ടി പർപ്പസിങ് സിങ്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ടോ. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന കിച്ചണിൽ വുഡ് നമുക്ക് മഹാഗണിയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടോ ഇത് ഫുള്ള് മഹാഗണി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ധാരാളം കബോർഡ്സ് തന്നെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് എല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ പുറത്തായിട്ട് നമുക്ക് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറകിലാണ് നമുക്ക് നനകല്ലൊക്കെ വരുന്നത്. ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് കിണർ, ഈ ഒരു പുറകിലെ പോർഷനിൽ നമുക്ക് കിണർ വെച്ചിട്ടുണ്ട്. 2 സൈഡ് ക്ലോസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമാണ് കാണേണ്ടത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. നമുക്കിവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് ഫസ്റ്റത്തെ ബെഡ്റൂമിലോട്ട് പോകേണ്ടത്. അവിടെയായിട്ട് നമുക്ക് ബെഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. കട്ടിലൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ളതാണ്, ഫർണിഷ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നുണ്ടോ. മുകളിൽ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്ട്രിപ്പ് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു വലിയൊരു കട്ടിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിവിടെ ഇനി ഒരു മെത്തയും കൂടെ വാങ്ങിച്ചിട്ടാൽ നമുക്ക് ഈ ഒരു കട്ടിൽ സെറ്റാണ്. ഇത് ഫുള്ളും തന്നെ വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അൽക്കേഷ്യ വുഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫുൾ പോർഷനും ചെയ്തിട്ടുള്ളതുണ്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കട്ടിൽ തന്നെ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ടോ. ഇത് ഫുള്ള് വുഡാണ് വരുന്നത്. ഇത് മഹാഗണിയിലാണ് ഈ ഒരു വാർഡ്രോബ് ഫുള്ളും തന്നെ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ധാരാളം നമുക്ക് കബോർഡ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. അപ്പോൾ PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ ബാത്റൂമിന് വരുന്നത്. അപ്പോൾ നമ്മൾ തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവിടെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് ഇവിടുത്തെ ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മിററും ലൈറ്റിങ്ങും ബാക്കി നമുക്കിവിടെ വാഷ് ബേസിനും എല്ലാം തന്നെ ഈ പല ഭാഗത്തായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയാണ് നമുക്ക് ഇനി മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലെ ഡീറ്റെയിൽസ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കയറി പോകുന്ന ഹാൻഡിൽസ് ഫുള്ളും തന്നെ വുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഗ്രാനൈറ്റും ടൈൽസും യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് ഇനി വീടിൻ്റെ മുകളിലാണ് കാണേണ്ടത്. അപ്പോൾ ഇത് ഫുള്ളും തന്നെ ഹാൻഡിൽസ് ഉണ്ട്, വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ മുകളിൽ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ചെറിയൊരു നമുക്കിവിടെ ഒരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 24x16 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. നമുക്ക് കണ്ട ടെയിൽ നമുക്ക് ഈ കാണുന്ന ഒരു ടൈപ്പ് ടെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് വരുന്നത് കണ്ടോ. ഇതും ഫുള്ള് വുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പാനൽ ബോക്സ് ആയിട്ടൊക്കെ ചെയ്തത്. ഇതെല്ലാം തന്നെ വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ചെറിയ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഇവിടെയും ഇങ്ങനെ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ കണ്ടോ നമുക്ക് ഫുള്ളും തന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ടോപ്പിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ആ ചുമരിലെ ഒരു പാറ്റേൺ നമുക്ക് കണ്ടോ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ താഴെയും നമ്മൾ കയറി വരുന്നത് ഈ ഒരു പോർഷൻ വഴിയാണ്. ഇങ്ങനെ നമ്മൾ കയറി വന്നിട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇതാണ്ട് ബാക്ക്ഗ്രൗണ്ട് ചുമര് നമുക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു TV യൂണിറ്റിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 ബെഡ്റൂം നമുക്കുണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ ഔട്ട് കണക്ഷനൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ടെയിൽ നമുക്ക് സെയിം ടെയിൽ തന്നെയാണ് അപ്പുറത്ത് കണ്ടവരത്തെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് വാർഡ്രോബ് ഉണ്ടോ ഒരു 4 ഡോർ ടൈപ്പ് വരുന്ന ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഹാഗണി തന്നെയാണ് നമുക്കിവിടെ വാർഡ്രോബ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്കൊരു വലിയൊരു മിററൊക്കെ കൊടുത്ത് കണ്ട് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരുങ്ങാനൊക്കെ വേണ്ടി നമുക്ക് ഈ ഒരു മിറർ നല്ല യൂസ്ഫുള്ളാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസും അതിന് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു പാറ്റേണാണ് നമുക്കിവിടെ ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ മുളയുടെയൊക്കെ ലീഫിൻ്റെ ഒരു പാറ്റേൺ. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള് കണ്ടോ ഈ ഒരു കിച്ചൺ. അപ്പോൾ ഈ ഒരു ബാത്റൂമിൽ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. അപ്പോൾ 16x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. നമുക്ക് ടെയിൽ ഈ ഒരു പാറ്റേണാണ് വരുന്നത്. മുകളിൽ നമുക്ക് ഈ ഒരു സീലിംഗ് വർക്കാണ്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്ട്രിപ്പ് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് അപ്പോൾ ഈ ഒരു റൂം നമുക്ക് ഇത്രയും സ്പേസാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ വാർഡ്രോബ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഹാഗണി തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഒരു വലിയൊരു മിറർ നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു PVC ഡോർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൽ നമുക്ക് ഈ ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് മിറർ, സിങ്ക്, ബാക്കിയെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാഷ് ബേസിനെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് നമുക്ക് ബാൽക്കണി വരുന്നത്. 10x4 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാൽക്കണിയുടെ ഫ്രണ്ടിലെ ഈ ഹാൻഡിൽസ് ഉണ്ട്. ഇത് ഫുള്ളും തന്നെ വുഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് യെല്ലോ ഹോമിൻ്റെ. പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ വഴിയാണ് നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകുന്നുണ്ടോ. മുകളിൽ ടെറസിൽ നമുക്ക് ഈ ഒരു ഭാഗം വഴി നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ബാക്ക് പാനലുണ്ടോ. താഴെ നമ്മൾ നോക്കിയപ്പോൾ കണ്ട അതേ ഫുള്ള് വുഡ് തന്നെയാണ്. നമുക്ക് താഴെ കണ്ട അതേ ഒരു വുഡൻ തീം തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്കിവിടുത്തെ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫർണിഷ്ഡ് കൂടാതെ ഫുൾ വുഡൻ തീമിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 85 ലക്ഷം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് അപ്പോൾ വിളിച്ചിട്ട് വീട് വന്ന് കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ലോണിനാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോയിലുള്ള വീടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടിയതും വേറെ പ്ലേസാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായും കാണിച്ചു തരുന്നതായിരിക്കും.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്ദി.